ഇത് അണ്ണാരക്കണ്ണനും കണക്ക് ക്ലാസും എന്ന കുട്ടിക്കഥയുടെ ഒരു ചെറിയൊരു വിവരണമാണ്. ഒരു ക്ലാസ് റൂമിലെ ബോറടി മാറ്റാൻ ഒരു കുഞ്ഞു കുസൃതിക്ക് എങ്ങനെ പറ്റും? അതാണ് ഈ കഥ നമ്മളോട് പറയുന്നത്. അപ്പോ ഒന്നാമത്തെ കാര്യം കഥയുടെ ഒരു പശ്ചാത്തലമാണ്. ഒന്ന് ഓർത്തു നോക്കൂ, ഉച്ചയൂൺ കഴിഞ്ഞ് ഒരു കണക്ക് ക്ലാസ്. സ്വാഭാവികമായും കുട്ടികളെല്ലാം ഉറക്കം തൂങ്ങിയിരിക്കുകയാണ്. ക്ലാസ്സിലാണെങ്കിൽ ആകെ ഒരു മടുപ്പ്. ഈയൊരു വിരസതയാണ് ശരിക്കും കഥയിലെ പ്രധാന പ്രശ്നം. രണ്ടാമതായി, ഈയൊരു നിശബ്ദതയിലേക്ക് അപ്രതീക്ഷിതമായി ഒരാൾ വരുവാണ്. വേറെയാരുമല്ല, ജനലിലൂടെ ക്ലാസ്സിലേക്ക് ചാടി വീണ ഒരു കുഞ്ഞനണ്ണാൻ. അവൻ കുട്ടികളിലിടയിലുള്ള ഓടി നേരെ ടീച്ചറുടെ മേശപ്പുറത്തേക്ക്. എന്നിട്ടോ ചോക്ക് ബോക്സിന് മുകളിൽ താനൊരു സ്റ്റുഡന്റാണെന്ന മട്ടിൽ ഗൗരവത്തോടെ ഒരൊറ്റയിരുപ്പ്. ഇത് കണ്ടതും ക്ലാസ്സിൽ കൂട്ടച്ചിരിയായി. അവസാനമായി കഥയുടെ രസകരമായ ക്ലൈമാക്സ്. കുട്ടികൾ ചിരിക്കുന്നത് കേട്ട് ടീച്ചർ തിരിഞ്ഞു നോക്കി. അപ്പോദാ മേശപ്പുറത്ത് അണ്ണാറക്കണ്ണൻ. പക്ഷെ ടീച്ചർ ദേഷ്യപ്പെട്ടില്ല. പകരം ചിരിച്ചുകൊണ്ട് ചോദിച്ചു, "എന്താ, നിനക്കും കണക്ക് പഠിക്കണോ?" എന്ന്. ഇത് കേട്ട് പേടിച്ച അണ്ണാൻ ഒരൊറ്റ ഓട്ടം ജനലിലൂടെ പുറത്തേക്ക് പോയി. ഈ ഒരൊറ്റ സംഭവം മതിയായിരുന്നു കുട്ടികളുടെ ക്ഷീണമൊക്കെ മാറാൻ. അവരെല്ലാരും ഉഷാറായി. ചുരുക്കി പറഞ്ഞാല്, പഠനത്തിലെ മടുപ്പ് മാറ്റാൻ വലിയ കാര്യങ്ങളൊന്നും വേണ്ട. ചിലപ്പോ ഒരു ചെറിയ കുസൃതി മതിയാകും എന്ന് ഈ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അണ്ണാറക്കണ്ണനും കണക്ക് ക്ലാസും. ഒന്നാം ക്ലാസ്സിലെ കണക്ക് പീരീഡ് നടക്കുകയായിരുന്നു. രമ ടീച്ചർ ബോർഡിൽ സംഖ്യകൾ എഴുതി പഠിപ്പിക്കുന്നു. ഉച്ചകഴിഞ്ഞുള്ള സമയമായതുകൊണ്ട് കുട്ടികളെല്ലാം അല്പം ക്ഷീണത്തിലായിരുന്നു. ക്ലാസ്സിലാകെ നിശബ്ദത. രണ്ടും രണ്ടും എത്രയാണ് മക്കളെ? ടീച്ചർ ബോർഡിൽ എഴുതിക്കൊണ്ട് ചോദിച്ചു. പെട്ടെന്നാണ് ക്ലാസ് മുറിയുടെ ജനലിലൂടെ ഒരു വികൃതി അണ്ണാറക്കണ്ണൻ അകത്തേക്ക് ചാടിയത്. ആരും കാണാതെ അവൻ പിൻനിരയിലുള്ള രാമുവിന്റെ ബാഗിനു മുകളിലൂടെ ഓട്ടി ബെഞ്ചിനടിയിലൂടെ മുന്നിലേക്ക് വന്നു. രാമുവിന് കാര്യം മനസ്സിലായി. അവൻ വായ പൊത്തിച്ചിരിച്ചു. തൊട്ടത്തിരുന്ന മിന്നുവും ചിരി തുടങ്ങി. ടീച്ചർ ഇതൊന്നും അറിയാതെ ബോർഡിൽ കണക്കെഴുതുകയാണ്. അണ്ണാറക്കണ്ണൻ സാവധാനം മുൻനിരയിലെത്തി. അവൻ ടീച്ചറുടെ വലിയ മേശയുടെ കാലിലൂടെ വലിഞ്ഞുകയറി മേശപ്പുറത്തെത്തി. അവിടെ ടീച്ചർ വെച്ചിരുന്ന ചോക്ക് ബോക്സിനു മുകളിൽ അവൻ അന്തസ്സായിരുന്നു. എന്നിട്ട് വാലുമാട്ടി ബോർഡിലേക്ക് തന്നെ നോക്കിയിരുന്നു. അവന്റെ ഇരിപ്പ് കണ്ടാൽ കണക്ക് പഠിക്കാൻ വന്നതാണെന്നേ തോന്നൂ. ടീച്ചർ ബോർഡിൽ നിന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. കുട്ടികളെല്ലാം വായ പൊത്തിച്ചിരിക്കുന്നു. തന്റെ മേശപ്പുറത്ത് ഒരു അണ്ണാറക്കണ്ണൻ നെഞ്ചും വിരിച്ചിരിക്കുന്നു. ടീച്ചർക്ക് ദേഷ്യം വന്നില്ല. പകരം നല്ല ചിരിയാണ് വന്നത്. ടീച്ചർ പതുക്കെ ചോദിച്ചു, "എന്താ അണ്ണാറക്കണ്ണ, നിനക്കും കണക്ക് പഠിക്കണോ?" ടീച്ചറുടെ ശബ്ദം കേട്ടതും അണ്ണാറക്കണ്ണൻ പേടിച്ച് ക്വീ ക്വീ എന്ന് ശബ്ദമുണ്ടാക്കി ജനലിലൂടെ